അഡ്വക്കേറ്റ് ശ്രീകാന്ത്, ഇത് ഒരു സുപ്രഭാതത്തിൽ ആദ്യമായി ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. നേരത്തെ ജിൻഡോ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്ഫോടക വസ്തു, ഈ ബോംബ് ഉണ്ടാക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ നമ്മുടെ നാട്ടിലേക്ക് എത്തണം. അത് സുരക്ഷിതമായി എവിടെയാണോ നിർമ്മാണ കേന്ദ്രം അവിടേക്ക് എത്തണം. അവിടേക്ക് ആളുകൾക്ക് സംഘടിക്കാൻ കഴിയണം. അവർ തമ്മിൽ ആശയവിനിമയം നടത്തണം. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അതിനെതിരെ അധികൃതർ കണ്ണടയ്ക്കണം. ഇങ്ങനെ പലതും ചെയ്താൽ മാത്രമേ ഈ സ്റ്റീൽ ബോംബുകൾ പ്രവർത്തനക്ഷമമായി പിന്നീട് പരിശോധന നടത്തുമ്പോൾ കണ്ടെത്താൻ പാകത്തിലെത്തുകയുള്ളൂ. അല്ലാതെ ഭൂമിയിൽ നിന്ന് മുളച്ചു വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനൊക്കെ സാധിക്കുന്ന അന്തരീക്ഷത്തെയാണോ ക്രമസമാധാനപൂർണമായ ഒരു സമൂഹം എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്? ഈ തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ നമുക്കറിയാം എത്രത്തോളം വൾണറബിൾ ആണ് നമ്മുടെ സാമൂഹ്യ സാഹചര്യം എന്നുള്ളത്. ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്നൊക്കെയാണ് നമ്മുടെ ആശങ്ക. അവിടേക്കാണ് ഇത്രയും ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബുകളുടെ നിർമ്മാണവും സുരക്ഷിതമായ ശേഖരവും ഒക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും ഇത് ക്രമസമാധാന തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ബോംബ് സ്ഫോടനം നടക്കുന്നതിന് മുമ്പേ തന്നെ പ്രദേശവാസികൾ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു. പക്ഷേ പോലീസ് കാര്യമായിട്ട് യാതൊരു നടപടിയും എടുക്കാനോ റെയ്ഡ് നടത്താനോ ഈ പറയുന്ന ഇൻഫർമേഷൻ കറക്റ്റാണോ എന്ന് പരിശോധിക്കാനോ തയ്യാറാവാത്തതിൻ്റെ അനന്തരഫലമാണിത്. കൃത്യമായിട്ട് പോലീസിന് നിഷ്ക്രിയമാക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്നാക്റ്റീവായിട്ട് പാസീവായിട്ട് ഇതിനെല്ലാം അനുവദിച്ചു കൊടുക്കാനുള്ള ഭരണതലത്തിലുള്ള നിർദ്ദേശം കിട്ടിയിരുന്നു. കാരണം ഈ ബോംബ് യാദൃശ്ചികമായിട്ട് ഉണ്ടാക്കിയതോ നിർമ്മിക്കുമ്പോൾ പൊട്ടിയതോ ഒന്നുമല്ല. ഈ ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, ഈ ബോംബ് അതുപോലെ തന്നെ മാരകായുധങ്ങളുടെ വൻ ശേഖരം നടത്താൻ വേണ്ടിയിട്ട് പാർട്ടി CPIM എന്ന് പറയുന്ന പാർട്ടി തീരുമാനിച്ച്, ആ പാർട്ടിയുടെ തീരുമാനത്തിന് അങ്ങനെ വരാൻ കാരണം അടുത്ത തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പരാജയം മണത്തറിഞ്ഞുകൊണ്ട് ആ പരാജയത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആയുധങ്ങളും സ്ഫോടകങ്ങളും തയ്യാറാക്കലും അതിൻ്റെ ശേഖരണം നടത്തലും എന്നുള്ളതാണ്. ഈ നേരത്തെ CPMൻ്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞതിനൊരു കാര്യം കൂടി പറയാം. അരുൺകുമാർ വളരെ തന്ത്രപരമായിട്ട് ഒരു തരത്തിലും ഈ പൊതുസമൂഹം അത് തിരിച്ചറിയുമെന്ന് അറിയാതെ പാർട്ടി ക്ലാസ്സിൽ ക്യാപ്സ്യൂളുകൾ വാങ്ങിച്ച് ഇവിടെ വിളമ്പുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങേരുടെ വെർഷൻ ഇങ്ങനെയായിട്ടാണ് എന്നെപ്പോലുള്ള സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവൻ രക്ഷാ പ്രവർത്തകർ അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് എതിരാളികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില പടക്കങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ആ പടക്കം തയ്യാറാക്കി എതിരാളികളുടെ ജീവൻ രക്ഷിച്ച് ചില ജീവനുകൾ രക്ഷിച്ചു. ആ ജീവൻ രക്ഷിച്ചതിൻ്റെ ആഘോഷം, ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി പടക്കങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ ആ പടക്കങ്ങളാണ് പൊട്ടിയത്. ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പടക്കങ്ങളാണ് പൊട്ടിയത്. അങ്ങനെ പൊട്ടിയ പടക്കങ്ങൾ അങ്ങനെ ജീവൻ രക്ഷിക്കാൻ ഉള്ള ശ്രമത്തിനിടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ജീവൻ പ്രവർത്തകൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ട് അവിടുത്തെ CPMൻ്റെ നേതാക്കന്മാരും അവിടുത്തെ CPMൻ്റെ ജനപ്രതിനിധികളും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതൊരു വലിയ കാര്യമാണ്, ഈ സമൂഹത്തിൽ ഇങ്ങനെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അതിൽ രക്തസാക്ഷിയായിട്ടുള്ള ആളുടെ വീട്ടിലേക്ക് പോകുന്നു, അയാളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു, വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഈ സമൂഹത്തിൽ വേണ്ടത് എന്ന മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് CPMൻ്റെ പ്രതിനിധി ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറത്തൊന്നുമില്ല. നേരത്തെ അരുൺകുമാർ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് മറുവാദമുണ്ട്. ഒരു പാർട്ടിയുടെ നേതാവ് പോകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ പ്രവർത്തകൻ മരിച്ചാൽ അത് ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ പാർട്ടിയുടെ നേതാവ് അവിടെ പോയത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയല്ല, അതിനേക്കാൾ ഉത്തരവാദിത്വ ബോധമാണ്, അതിനേക്കാൾ അപ്പുറത്തെ ഒരു ചുമതല ഈ ജനപ്രതിനിധികൾക്കുണ്ട്. ഒരു മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ബോംബുണ്ടാക്കി ആ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ ജീവൻ നഷ്ടപ്പെട്ടവൻ്റെ, കൊല ചെയ്യപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത് സമൂഹത്തിൽ തീർച്ചയായിട്ടും ഒരു തെറ്റായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ നിർമ്മിക്കുന്ന ഈ ബോംബ് നിർമ്മിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഭീകരവാദികൾക്ക് കൊടുക്കുന്ന ഒരു
പിന്തുണയാണ്, അത് പരസ്യമായിട്ടുള്ള പിന്തുണയാണ് ഇപ്പോൾ CPM കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് യാദൃശ്ചികമായിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് സമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, ജനപ്രതിനിധി എന്ന നിലക്ക് എൻ്റെ കടമയാണ് എന്ന് ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിനെയോ അല്ലെങ്കിൽ അത്തരം ആളുടെ വീട്ടിലേക്ക് പോയതിനെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ മനസ്സിലാക്കുന്നത് BJP, ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞു ഇതോടനുബന്ധിച്ച് വീട്ടിലേക്ക് പോയത് ശ്രീമതി മാധു, വീട്ടിലേക്ക് പോയത് യാദൃശ്ചികമായിട്ടല്ല. വീട്ടിലേക്ക് പോയത് ഈ വീട്ടുകാര് നാളെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത് CPM-കാർ പറഞ്ഞിട്ടാണ് ബോംബ് നിർമ്മിച്ചത്, അങ്ങനെ CPM-ന്റെ നിർദ്ദേശം നടപ്പിലാക്കുന്ന സമയത്ത് എൻ്റെ മകൻ്റെയോ അല്ലെങ്കിൽ സഹോദരൻ്റെയോ ഒക്കെ ജീവൻ നഷ്ടപ്പെട്ടത്, ഭർത്താവിൻ്റെയോ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് വീട്ടുകാർ പറയരുത് എന്ന് ഉത്തമ ബോധ്യത്തിൽ അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം പുറത്ത് വരാതിരിക്കാൻ ഭീഷണി മാത്രമല്ല അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്